അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഉദ്ഘാടനം നടത്തിയ സുൽത്താൻ ബത്തേരിയിലെ സർക്കാർ ഗസ്റ്റ് ഹൌസ് ഇപ്പോഴും അടഞ്ഞ നിലയിൽ തന്നെയാണ്. വൈദ്യുതിയും ഫയർ എൻഒസിയും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഗസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്തത്. പുതിയ സർക്കാർ ഇടപെട്ട് ഗസ്റ്റ് ഹൌസ് എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. 2010 നിർമ്മാണം ആരംഭിച്ച സുൽത്താൻ ബത്തേരിയിലെ സർക്കാർ ഗസ്റ്റ് ഹൌസ് 2026 ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ വൈദ്യുതി സൗകര്യമോ ഫയർ എൻഒസിയോ ഇല്ലാതെയായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഗസ്റ്റ് ഹൌസ് തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അതിഥി മന്ദിരമാകുമെന്ന് അധികാരികൾ അവകാശപ്പെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടമാണ് അതിഥികൾക്ക് കയറാനാകാതെ കിടക്കുന്നത്. അവിടെ ഒരാൾക്ക് പോലും താമസിക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഗസ്റ്റ് ഹൗസിലാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ കഴിയും, ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഗസ്റ്റ് ഹൗസാണ്. അതുകൊണ്ട് ഗവൺമെന്റും പ്രത്യുത ഇവിടുത്തെ MLA ആയിരിക്കുന്ന IC ബാലകൃഷ്ണനും ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ചീരാൽ റോഡിൽ പഴയ ഗസ്റ്റ് ഹൌസിനോട് ചേർന്ന് 54 മുറികൾ ഉൾപ്പെടുത്തിയതാണ് ആധുനിക അതിഥി മന്ദിരം. 21.6 കോടി ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. ഫയർഫോഴ്സിന്റെ NOC പ്രശ്നവും വൈദ്യുതിക്ക് ആവശ്യമായ ട്രാൻസ്ഫോമർ സ്ഥാപിക്കലും വൈകുന്നതാണ് കെട്ടിടം തുറക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഗസ്റ്റ് ഹൌസ് തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മീഡിയ 1 വയനാട്.